ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതേ പുറത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ പൊതി വെച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ കക്കിരിക്കയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ കുടിക്കാൻ പറ്റുന്ന അത്രയും പാകത്തിനായിരുന്നു. ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു. ഞങ്ങളിതേ മുറിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റൊക്കെ എടുത്ത് അതിലേക്ക് ഇതേ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ അതേ പ്ലേറ്റിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റാം. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് നാളികേരവും നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമുക്കിത് ഇതൊന്ന് അതിൻ്റെ സീഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്കിതിൻ്റെ സീഡ് കൊണ്ട് നമുക്ക് ഫേസൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യുന്ന പോലെയൊക്കെ മുഖത്തൊക്കെ തേച്ച് വെച്ച് അത്യാവശ്യം നല്ല സോഫ്റ്റ് കിട്ടും. അങ്ങനെ ഇതിൻ്റെ കുരുവൊക്കെ മാറ്റുമ്പോൾ തന്നെ ഇത് സോഫ്റ്റ് കാരണം ഇത് അടർന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഇതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് ഉടയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ കുരുവും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര സോഫ്റ്റ് തന്നെ അതിൻ്റെ തൊലി നമുക്ക് പോരാനായിട്ട് കുറച്ച് പണിയായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം ഒന്ന് ഉടയ്ക്കാം. നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലപോലെ വെറുതെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത്രയും സോഫ്റ്റ് തന്നെ വേഗം ഉടനെ കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം കേട്ടോ. കുറച്ച് നാളികേരം, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ശർക്കര നീരും കൂടി ഇട്ട് കൊടുക്കണം. നാളികേരം ഇട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ശർക്കര നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം. നമുക്ക് പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കേട്ടോ, അത് മോസ്റ്റായിട്ട് വേണ്ട സാധനമാണ്. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ കക്കിരി ജ്യൂസ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.